ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ എസ് പിയെ കാണാൻ പോയി എന്ന് പറഞ്ഞത് വിക്രമിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവളെപ്പോഴാണ് കാണാൻ പോയത് എന്നാലോചിച്ച് നിൽക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണന്റെ വീട്ടിലാണ്. അവിടെ ശ്രീകാന്തിനും ദീപ്തിക്കും വർഷ ഭക്ഷണവും കൊടുക്കണേ. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ദീപ്തി വയ്ക്കും, ആ മാഷെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ശ്രീകാന്ത് ഞെട്ടും, എന്ത്? അപ്പോ ദീപ്തി അറിയും, അല്ല വിക്രം ചേട്ടന്റെ അച്ഛനില്ലേ സുധാകരൻ മാഷ്, പുള്ളിക്കാരനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അതെങ്ങനെ എനിക്കറിയുന്നേ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? എനിക്കിങ്ങനെ അറിയാനാ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ശ്രീകാന്ത് പറയും, മക്കള് നന്നായിരിക്കണം, ഇല്ലെങ്കിലേ തന്തമാർക്കും തള്ളമാർക്കും ഇതായിരിക്കും ഗതി. ദീപ്തി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോ ശ്രീകാന്ത് പറയും, നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കുടുംബത്തിന്റെ ഐക്യവും അന്തസ്സും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങി പോകാൻ എളുപ്പാ, പക്ഷേ ചെന്ന് കയറുന്ന സ്ഥലത്തിന്റെ സമാധാനം കെടുത്താനാണോ ചെല്ലുന്നതെന്ന് ഓർക്കണം. നിന്റെ ചേച്ചി ആലോചിക്കാതിരുന്നത് അതാ. അപ്പൊ ദീപ്തി പറയും, അതിന് ചേച്ചി തന്നോണ്ടാണോ വിക്രം ചേട്ടന്റെ അച്ഛൻ മിസ്സിംഗ് ആയത്? അങ്ങനെയാണെങ്കിൽ ചേച്ചി അവിടെ എത്തിയിട്ട് കൊല്ലം ഒന്നായി, ഇപ്പോഴാണോ ആ അച്ഛനെ ഇറങ്ങി പോകാൻ തോന്നിയത്? ചേച്ചി അവിടെ ചെന്നതിന് ശേഷം വിക്രം ചേട്ടന്റെ ജീവിതത്തില് നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത്. സ്വഭാവം മാറി. മാത്രമല്ല, ആ വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ചേച്ചി വലിയ കാര്യാ. അത്ര നല്ല കാര്യമാണെങ്കിലേ അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് അവൾക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. ദീപ്തി അങ്ങ് ഞെട്ടും. വർഷയ്ക്കും നിങ്ങൾ എന്തേ പറയണേ? വേദ തിരിച്ചിങ്ങോട്ട് വരാൻ പോവാണെന്നോ? ശ്രീകാന്ത് പറയും, നീ നോക്കിക്കോ, അവള് തിരിച്ചു വരും. ആ വീട്ടിലെ ജീവിതം ശാശ്വതമല്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വിക്രവുമായിട്ടുള്ള ബന്ധം അവൾ അവസാനിപ്പിക്കും. പഴയ വേദയിട്ട് അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാൻ അവൾക്ക് ഒരു കൊല്ലെടുത്തു മാത്രം. ദീപ്തി ഞെട്ടി നിൽക്കണേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകാന്ത് പറയും, നീ കണ്ടോ, തന്നിഷ്ടപ്രകാരം തീരുമാനം എടുത്താലേ നിന്റെ ജീവിതത്തിലും ഇതായിരിക്കും സംഭവിക്കാൻ പോവാ, അതോർത്തോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീകാന്ത്. ദീപ്തിക്ക് ഒട്ടും വിശ്വസിക്കാനാവാതിരിക്കട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ എപ്പോഴും അതേക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രം അങ്ങോട്ട് വരും. വിക്രം വന്ന് ഡ്രസ്സ് മാറുന്നൊക്കെ ഉണ്ട്. എന്നാൽ വേദ ഇതൊന്നും അറിയുന്നേ ഇല്ല. അത്രയും ആലോചനയിൽ മുഴുകിയിരിക്കുക. കണ്ണടച്ചിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് വേദ. വിക്രം ചോദിക്കും, വേദ താനെന്താ വല്ലാതിരിക്കുന്നത്? ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതല് മുറിക്കുള്ളിൽ തനിച്ചിരിക്കുകയാണെന്ന് ശ്രീചേട്ടത്തി പറഞ്ഞല്ലോ, എന്തു പറ്റി? വേദ മറുപടി പറയാതെ ഇല്ലെന്ന് തലയാട്ടും. അതല്ല, എന്തോ ഉണ്ട്. വേദ പറയും, ഒന്നുമില്ലെന്നേ. വിക്രം ചോദിക്കും, പിന്നെന്തിനാ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നേ? വേദയ്ക്കും, എന്താ മനുഷ്യന് തനിച്ചിരിക്കാനും പാടില്ലേ? വിക്രം പറയും, അങ്ങനെയല്ലല്ലോ പതിവ്. വേദ പറയും, എല്ലായ്പ്പോഴും ഒരുപോലെ പെരുമാറാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരായ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. വിക്രം ഒരു ചെയർ വലിച്ചിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിക്കും, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ? വേദ പറയും, എല്ലാ കാരണവും എല്ലാവരോടും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. വിക്രം പറയും, എല്ലാവരോടും പറയണ്ട, പക്ഷെ എന്നോട് പറയാലോ. വേദയ്ക്കും, എന്തിനെ? അത് വിക്രമിന് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. അത് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വിക്രം പറയും, ശരി, ഒറ്റയ്ക്ക് വന്നിരിക്കേണ്ട കാരണം പറയണ്ട. എന്നെ ഫോൺ വിളിച്ചത് എന്തിനാണെന്നെങ്കിലും പറയാലോ. എന്തിനാ മിസ് കോൾ അടിച്ചോണ്ടിരുന്നത്? വേദയ്ക്കും, മിസ് കോളോ? ഞാനോ? വിക്രം പറയും, അല്ലാണ്ട് പിന്നെ ഞാനാണോ? വേദ പറയും, ഞാൻ വിളിച്ചിട്ടില്ല. വിക്രം പറയും, 3 തവണ എന്റെ ഫോണിലേക്ക് കോൾ വന്നു. 2 തവണ ഞാൻ വിളിച്ചിട്ട് നീ എടുത്തുമില്ല. 3ാമത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു മറുപടി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. കുറെ വണ്ടികൾ പോകുന്ന ശബ്ദം മാത്രം കേട്ടു. വേദ വിചാരിക്കും, അപ്പൊ എന്റെ ഫോണിൽ നിന്ന് അവർ വിക്രത്തെ വിളിച്ചാണോ? പക്ഷേ ഫോൺ ലോക്ക്ഡ് ആയിരുന്നല്ലോ, എങ്ങനെ അവർക്ക് പാസ്വേഡ് കിട്ടി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വിക്രം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നീ ആലോചിക്കുന്നേ? വേദയ്ക്കു, എന്ത്? വിക്രം ചോദിക്കും, എന്തു പറ്റി? ഇവിടുന്ന് അല്ലേ ഉള്ളത്? നീ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അത് പിന്നെ ബാഗ് കിടന്ന് അറിയാതെ ഡയലായതായിരിക്കും. വിക്രം പറയും, എനിക്ക് തോന്നി. ഞാൻ നിന്റെ ഓഫീസിന്റെ വഴി വരുമ്പോഴായിരുന്നോ നിന്റെ കോള് വന്നത്. നിന്നെ കൂട്ടാന്ന് കരുതി വന്നപ്പോ നീ നേരത്തെ പോയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും നീ വീട്ടിലെത്തിയത് രാത്രിയാണല്ലോ. അതിനിടയിൽ എവിടെ പോയി? വേദയ്ക്ക് ആകെ ഒരു ടെൻഷനാവും. പേടിച്ചുണ്ട് എന്ന ദേഷ്യത്തിലേക്കും, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? പിന്നെ ഞാൻ അറിയണ്ടേ? വേദയ്ക്ക് എന്തിനെ? വിക്രം പറയും, ഈ വീട്ടിൽ താമസിക്കുമ്പോ നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ അറിയണ്ടേ? വേദ ദേഷ്യം കാണിക്കണേ, ഞാൻ പറയണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടോ? വിക്രം പറയും, വേണം. ഈ വീട്ടിൽ എന്റെ ഭാര്യ എന്ന അധികാരത്തോടെ കയറി താമസിക്കും, അത് വേണം. അപ്പൊ വേദ പറയും, അത് നിങ്ങൾക്ക് വാശി പിടിക്കാം, പക്ഷെ ഞാൻ അനുസരിക്കണം എന്നില്ലെന്ന് മാത്രം എന്ന് പറഞ്ഞ് വഴക്കിട്ട് പോകാൻ തുടങ്ങുമ്പോ വിക്രം ചോദിക്കും, നീ എങ്ങോട്ടാ പോകുന്നത്? വേദ എന്ന് വിളിച്ച് കൈ പിടിച്ച് വലിക്കണേ. നിനക്ക് എന്താ പറ്റിയത്? പതിവില്ലാതെ എന്താ ഇങ്ങനത്തെ പെരുമാറ്റം? വേദ പറയും, വിക്രം കൈവിട്, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. വിക്രം കൈവിടുന്നില്ല. നീ എസ് പിയെ കണ്ടിരുന്നോ? വേദ പറയും, ഇല്ല. കാണുന്നല്ലേ പറഞ്ഞത്. വേദ പറയും, ഇന്ന് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. വിക്രം ചോദിക്കും, എന്നിട്ടാണ് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്? ഞാൻ കരുതിയത് നീ എസ് പിയെ കാണാൻ പോയിരിക്കുന്ന. വേദ പറയും, ഞാൻ നാളെ പൊക്കോളാം. വിക്രം പറയും, വേണ്ട, ശ്രീനി സാർ എത്തിയിട്ടുണ്ട്, ഞാൻ ശ്രീനി സാറെ കൂട്ടിപ്പോയി കണ്ടോളാം. പിന്നെ ശ്രീനി സാറെ കേസിന്റെ കാര്യം വീണ്ടും ചോദിച്ചു. അപ്പൊ വേദ പറയും, അതിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് പുള്ളിക്കാരനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ നല്ല ദേഷ്യത്തോടു കൂടെ വേദ അവിടെ നിന്ന് പോവണേ. വിക്രം ശരിക്കും എന്ത് പറ്റി വേതാളത്തിന്? ശബ്ദവും ഭാവവും ഒക്കെ ആകെ തകരാറിലാണല്ലോ. അങ്ങനെ ആലോചിച്ച് നിൽക്ക വിക്രം. ശേഷം പിന്നീട് കാണിക്കുന്നത് കമലമ്മ ഇങ്ങനെ വേദയെ പ്രതീക്ഷിച്ച് റൂമിലിരിക്കണേ. അപ്പൊ വേദ വരും, മോള് വാ. വന്നപ്പോ മോള് നല്ല ടയർഡാണെന്ന് തോന്നി, അതാ പിന്നെ ഞാനൊന്നും ചോദിക്കാഞ്ഞത്. എന്താ എസ് പി മോളോട് പറഞ്ഞത്? വിശദമായിട്ട് പറ മോളെ. വേദ പറയും, അതമ്മേ, അത്ര വിശദമായി സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അമ്മ പറയും, എന്നാലും മാഷ് തിരികെ വരുന്ന ഉറപ്പാണെന്നല്ലേ പറഞ്ഞേ? വേദ പറയും, അതെ. ഓ, അപ്പോ അവര് മാഷെ കണ്ടിട്ടുണ്ടാവല്ലേ? വേദയ്ക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ അവര് മാഷെ കണ്ടോന്ന് മോള് ചോദിച്ചോ?
അത് കണ്ടോന്ന് എനിക്കറിയില്ല അമ്മേ. ആ ചിലപ്പോ തമിഴ്നാട്ടിലെ പോലീസായിരിക്കും കണ്ടിരിക്കല്ലേ മോളെ. അവര് പറഞ്ഞിട്ടാവും SP മാഷ് വരുന്നു മോളോട് ഉറപ്പ് പറഞ്ഞത്. വേദ പറയും അതെ. അപ്പോ SP പറഞ്ഞപ്പോ മോക്കൊരു വിശ്വാസം തോന്നിയല്ലോ അല്ലേ? അല്ല മോൾക്ക് വിശ്വാസം തോന്നിയാ മതി, എനിക്ക് സമാധാനാ. മോൾ ഉറപ്പ് പറഞ്ഞാ ഇപ്പൊ മറ്റൊരാൾ പറയുന്നതിനേക്കാളും എനിക്ക് വിശ്വാസാ. അമ്മ വിശ്വസിച്ചോളൂ, മാഷ് ഉറപ്പായും വരും. അമ്മ പറയും നിന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി അയച്ചത് ദൈവാ മോളെ. ഈ ഒരവസ്ഥയിലെ വിശ്വാസത്തോടെ മാഷ് വരുന്നുള്ളതിനെ കാത്തിരിക്കാൻ എനിക്ക് ഉറപ്പും ശക്തിയും തന്നത് നീയാ. അല്ലെങ്കിൽ മാഷ് പോയി എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ ജീവൻ അവസാനിപ്പിച്ചേനെ. അവസാനം തിരിച്ചു വരുമ്പോ മാഷിന് ഞാൻ കൂട്ടില്ലാണ്ടായി പോയനെ. നീ തന്ന ധൈര്യം മോളെ എന്നെ ഇപ്പോഴും ഇവിടെ പിടിച്ചു നിർത്താനുള്ള ശക്തി നൽകുന്നത്. ജീവിതകാലം മുഴുവനും നീ അമ്മയുടെ അച്ഛന്റെയും കൂടെ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ നീ എവിടെ പോവാനല്ലേ? എനിക്കറിയാം ഞങ്ങളെ വിട്ട് വേദമോൾ എങ്ങോട്ടും പോവില്ല. ഞാൻ നേർന്ന പോലെ നമുക്ക് ഈ തവണ അയ്യപ്പ വിളക്ക് നടത്തണം. അടുത്ത വർഷം വിക്രം മലയ്ക്ക് പോകുമ്പോ ഞാനും എന്റെ മാഷും ഒപ്പം പോവും. എനിക്ക് 8 വയസ്സുള്ളപ്പോഴോ മറ്റോ ഞാൻ പോയിട്ടുണ്ട്. അത്ര തിരക്കൊന്നുമില്ല. വഴിയിലിറങ്ങി എല്ലാ അമ്പലങ്ങളിലും കയറി അന്നദാനം കഴിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അത്. ഇനി ഒരിക്കൽ കൂടെ പോണം. അയ്യനെ നേരിൽ കണ്ട് നന്ദി പറയണം. വയറ്റിക്കിടന്ന് മരിച്ചു പോകുന്ന ഡോക്ടർമാർ പറഞ്ഞ കുഞ്ഞിനെ മാഷ് മല ചവിട്ടിയാ ജീവൻ നൽകിയേ. അതേ മകൻ അയ്യനെ പ്രാർത്ഥിച്ച് എന്റെ മാഷിനെ തിരിച്ചു തന്നു. കൂടെ ധൈര്യവും വിശ്വാസവും പകർന്നു മോളും. വേദയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ സങ്കടം വരണേ. ഒരമ്മയ്ക്ക് ഇതിൽ പരം എന്ത് സന്തോഷം വേണ്ടത്. കുറച്ചു വർഷം കൂടെ കഴിയുമ്പോ ഈ വീട് വിറ്റ് എല്ലാവർക്കും ഭാഗം നൽകണം. ശ്രീജയും വിശ്വവും അപ്പോഴേക്കൊന്ന് പച്ച പിടിക്കും. അതിനുശേഷം എനിക്കും മാഷിനും ഒരു കൊച്ചു വീട്ടിലേക്ക് മാറണം. അവിടെ ഞങ്ങൾക്ക് കൂട്ടായി മോളും വിക്രവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മതി. അമ്മ ഇപ്പോ അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. വേദ ഇന്നും മോളാണ്. എന്തോ ഇന്ന് മനസ്സിന് വലിയൊരു ആശ്വാസം. ഇനി അമ്മ ഇത്തിരി കിടക്കട്ടെ. വേദ പറയും അങ്ങനെ. അമ്മ എവിടെ കിടക്കുമ്പോ വേദ പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഈ സമയം വേദ വാഷ്റൂമിലേക്ക് പോവാണേ. വേദയാണെങ്കിൽ അവിടുന്ന് സങ്കടത്തിൽ പൊട്ടിക്കരയാണേ. എല്ലാ പ്രഷറും കൂടെ വേദയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. സ്വന്തം ചേട്ടന്റെ ക്രൂരതയ്ക്ക് വേദയുടെ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവരാരും അറിയണില്ലല്ലോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇപ്പോഴും അതേക്കുറിച്ച്, അതായത് വേദയുടെ പെരുമാറ്റത്തിലെ മാറ്റത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഉറക്കം വരാണ്ടിരിക്കുക. അങ്ങനെ ഇച്ചിരി വെള്ളം കുടിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യും. ശ്രീനിവാസനെ വിളിക്കുന്നത്. വിക്രം ഫോൺ എടുക്കും. നീ അവളോട് സംസാരിച്ചോ? ആ സംസാരിച്ചു. എന്നിട്ടോ? അത് പിന്നെ ശ്രീനിവാസൻ പറയും അവൾ ഹാജരാവുമല്ലേ? വിക്രം പറയും അവളുടെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ എളുപ്പമല്ല. ശ്രീനിവാസൻ പറയും അത് തന്നെയാണല്ലോ നമ്മുടെയും പ്രശ്നം. തീരുമാനം എടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷെ ഇടയിൽ നീ ഉണ്ടായിപ്പോയി. സാരമില്ല, നിയമത്തിന്റെ വഴിക്ക് വരട്ടെ. അപ്പം നോക്കാം. എന്നാ നീ കിടന്നോ. നാളെ നേരത്തെ വരണം. SP കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ജോലി ഇത്തിരി ഉണ്ട് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. വിക്രമാണെങ്കിൽ എല്ലാത്തിനും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണേ. അതായത് അച്ഛനെ കാണാത്ത വിഷമവും അതില് ശ്രീനിവാസൻ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമവും വിക്രമത്തിനുണ്ട്. അങ്ങനെ സമാധാനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിക്രം. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ അമ്മയുടെ അടുത്ത് വന്ന് ഇരിക്കട്ടോ. വേദയ്ക്ക് ഉറക്കം വരുന്നില്ല. അമ്മേനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക. മുമ്പ് തട്ടിക്കൊണ്ടുപോയതും ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തിയതും വിക്രമിനെ വിട്ട് വരാൻ പറഞ്ഞതും ഇല്ലെങ്കിൽ മാഷിനെ കൊല്ലുന്നു പറഞ്ഞതൊക്കെ ആലോചിച്ചാ വേദ സങ്കടത്തിലാവുന്നത്. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞ, അതായത് ഒരു കൊച്ചു വീടെടുത്ത് അവിടെ വിക്രവും വേദയും കുട്ടികളോടൊപ്പം കഴിയണമെന്ന് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയെല്ലാം ആലോചിച്ച് കരഞ്ഞിരിക്കണം അവിടെ. ശേഷം അങ്ങനെ പതിയെ നേരം വിളിക്കട്ടോ. അങ്ങനെ വേദ വാഷ്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങിയിട്ടുണ്ട്. തുണിയിടുന്ന സമയത്ത് ശ്രീജ ഫോണും കൊണ്ടുവരും. കുറെ നേരം ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഫോൺ നോക്കുമ്പോൾ ദീപ്തിയാ. എന്താ ദീപ്തി? ദീപ്തി അറിയും ചേച്ചി ഫ്രീ ആണല്ലോ അല്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, സത്യം പറയണം. വേദ അപ്പോ ശ്രീജ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീജ അടുത്ത് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകും. അങ്ങനെ വേദയ്ക്കും എന്താ കാര്യം? ചേച്ചിക്ക് ശരിക്കും എന്താ അവിടെ പ്രശ്നം? വേദ പറയും എനിക്ക് മനസ്സിലായില്ല. വിക്രം ചേട്ടനായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേദയ്ക്കും എന്താ അങ്ങനെ ചോദിക്കാൻ? ദീപ്തി പറയും അല്ല ഇന്നലെ രാത്രി ശ്രീയേട്ടൻ പറഞ്ഞു. വേദയ്ക്കും എന്ത് പറഞ്ഞു? ദീപ്തി പറയും വിക്രം ചേട്ടനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ചേച്ചി തിരികെ വീട്ടിലേക്ക് വരാൻ പോവാണെന്ന്. വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ദീപ്തി പറയും ഞാനും വരണമൊക്കെ വിക്രം ചേട്ടന്റെയും ചേച്ചിയുടെയും വാക്ക് വിശ്വസിച്ചിരിക്കുന്നത്. ആ സമയത്ത് ചേച്ചി ഇങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്? വേദാറിയും ദീപ്തി എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഫോൺ വെക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ദീപ്തിക്കും അതെന്താ എനിക്ക് മനസ്സിലാവത്തേ? വേദാറിയും ഞാൻ നിന്നെ വിളിച്ചോളാം. ദീപ്തി അറിയും വേണ്ട, എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ശ്രീയേട്ടൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? വേദാറിയും ദീപ്തി അത് എന്റെ കൂടെ വീടാണല്ലോ, അങ്ങോട്ട് വരണോ വേണ്ടയോ എന്നുള്ളത് എന്റെ തീരുമാനം. ചിലപ്പോൾ ഞാൻ വരും. എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ അവിടെ താമസിക്കുകയും ചെയ്യും. അത് തടയാൻ ആർക്കും അവകാശമില്ല, അച്ഛന് പോലും. മനസ്സിലായോ? ദീപ്തി അറിയും അപ്പൊ ശ്രീയേട്ടൻ പറഞ്ഞത് സത്യമാണല്ലേ? എന്തോ പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടല്ലേ? വേദയ്ക്ക് ദേഷ്യം വരും. ദീപ്തി നീ ഫോൺ വെക്കേ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ഞാനിപ്പോ നല്ല മൂഡിലല്ല എന്ന് പറഞ്ഞ് വേദ കോള് കട്ട് ചെയ്യും. ദീപ്തിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയില് നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് ശ്രീചേർത്തി അവിടെയൊക്കെ അടിച്ചു വരാട്ടോ. വിക്രം പുറത്തേക്ക് പോകാനായിട്ട് വണ്ടി കയറാൻ തുടങ്ങുമ്പോ വിക്രം നീ പുറത്തു പോവാണോ? വിക്രം പറയും അതേ അടുത്തേ. ശ്രീചേർത്തി പറയും എന്നാ പിന്നെ വേദയെ കൂടെ കൊണ്ടുപോയിക്കൂടെ, അവൾക്ക് പോകാനുള്ള സമയമല്ലോ. വിക്രം പറയും ആ അത് ശരിയാ, എന്നാ പിന്നെ അങ്ങനെയാവാം.
എന്ന് പറഞ്ഞിട്ട് വേദ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ല ശ്രീജേടത്തി ഇന്ന് പലഹാര കമ്പനി തുറന്നില്ലേ? ഇല്ല, ഞാൻ ചേച്ചിയോട് കുറച്ച് ദിവസത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അച്ഛന്റെ കാര്യം അറിയട്ടെ, ഇപ്പൊ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ SP കാണുന്നുണ്ട്, എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്ന് എന്ന് വിക്രവും പറയും. അപ്പോഴേക്കും വേദ റെഡിയായി വരും. ആ എന്നാ പിന്നെ ശരി, ഞങ്ങൾ ഇറങ്ങാം, വാ കയറ് എന്ന് വേദയോട് പറയുമ്പോ വേദയ്ക്ക് എങ്ങോട്ട്? വിക്രം പറയും പോകുന്ന വഴിക്ക് ഞാൻ ഓഫീസിൽ വിടാന്നേ. വേദ പറയും വേണ്ട, ഞാൻ പൊക്കോളാം. വിക്രം പറയും ഞാൻ ആ വഴിക്കാണെന്നേ. വേണ്ടെന്നേ. വിക്രം പറയും ഞാൻ നിനക്ക് വേണ്ടി എത്രയും നേരം വെയിറ്റ് ചെയ്ത്. വേദ പറയും ഞാൻ പറഞ്ഞോ കാത്തു നിൽക്കാൻ? ഇല്ലല്ലോ. ശ്രീജ പറയും എന്തായാലും വിക്രം ആ വഴിക്കല്ലേ, കൂടെ പൊക്കൂടെ നിനക്ക്. വേദ ശ്രീജയെയും വിക്രമിനെയും ദേഷ്യത്തിൽ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് കണ്ട് ഇവര് ഞെട്ടിപ്പോവും. എന്തോ പ്രശ്നമുണ്ടല്ലോ ശ്രീജടുത്ത്, എന്താണെന്ന് പിടികിട്ടുന്നില്ല. ശ്രീജ പറയും ഇന്നലെ കാര്യം വന്നപ്പോ മുതൽ മൂഡ് ഓഫാ, എത്ര ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല. ആ പിന്നെ ഇന്നലെ രാത്രി ഒരു കാര്യം ഉണ്ടായി, ഇത്തിരി വെള്ളം എടുക്കാനായി മുറിന്ന് അടുക്കളയിലേക്ക് വന്നതാ ഞാൻ എന്ന് പറഞ്ഞ് രാത്രിയത്തെ കാര്യം പറയണേ. അതായത് അമ്മ ഉറങ്ങി കഴിയുമ്പോ വേദ റൂമിന്ന് ഹോളിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ശ്രീജ ചോദിക്കും എന്താ വേദ, എന്താ ഇവിടെ ഇരുട്ടത്ത് വന്നിരിക്കുന്നത് എന്ന് വെച്ച് ലൈറ്റ് ഇടണേ. വേദക്ക് അറിയായിരുന്നു എന്തു പറ്റി, എന്തിനാ ഇവിടെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഒന്നുമില്ല ശ്രീചേർത്തി എന്ന് പറഞ്ഞ് കണ്ണുനീരി തുടച്ചിട്ട് വേദ അവിടുന്ന് പോവാണേ, വ്യക്തമായി മറുപടി പറയാണ്ട്. അത് വിക്രമിനോട് പറയാണ് ശ്രീജ. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് വിക്രമിന് മനസ്സിലാവുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അടുത്ത പ്രൊമോയില് കാണിക്കുന്നത് ഡിവോഴ്സ് പേപ്പറിൽ വേദ ഒപ്പിടുന്ന ഭാഗങ്ങളാട്ടോ. അപ്പം ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക്